സഭയ്ക്ക് വന്ദനം. നിങ്ങൾക്കെല്ലാവർക്കും കഥ കേൾക്കാൻ ഇഷ്ടമല്ലേ? എങ്കിൽ ഞാനൊരു കൊച്ചു കഥ പറയാം. ഒരു ഉപദേശിയുടെ കഥ. ഈ ഉപദേശിയുടെ ദൈവം നേരിൽ സംസാരിക്കുന്ന കൂട്ടത്തിലാട്ടോ. ഒരു ദിവസം ഈ ഉപദേശിയുടെ ദൈവം പറഞ്ഞു, എന്റെ ദാസനായ നീ ചെന്ന് മഹാകഠിനമായ നിനവയ്ക്ക് വിരോധമായി സംസാരിക്കും. നിനവയിലെ മനുഷ്യരാണെങ്കിൽ മഹാദുഷ്ടന്മാരായിരുന്നുണ്ടാ. ഇതൊന്നും ഉപദേശിച്ച ദൈവസന്നിധിയിൽ നിന്ന് ഓടിപ്പോകേണ്ടതിന് നിന്റെ സീസണിലേക്ക് ഒരു കപ്പലത്തായിരുന്നു. നമ്മളെപ്പോലെ തന്നെ ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകുക, അങ്ങോട്ട് വിളിച്ചാൽ ഇങ്ങോട്ട്, നല്ല പണിയല്ലേ? കപ്പലിൽ കയറിയപ്പോഴോ ഭയങ്കര കാറ്റും കോളും. കപ്പൽ ഇപ്പം മുങ്ങും. സാധനങ്ങളെല്ലാം വലിച്ചെറിഞ്ഞു. എന്നിട്ടും കടനം അടങ്ങുമോ? അടങ്ങില്ല. ഇതൊന്നും നമ്മുടെ ഉപദേശം അറിയുന്നില്ല കേട്ടോ. ഉപദേശി കപ്പലിന്റെ അടിത്തളത്തിൽ കിടന്ന് കൂർക്കം വലിച്ചോ. കപ്പൽ പ്രമാണി വന്നു. നീ എങ്ങോട്ട് പോകുന്നു? ഉറങ്ങാൻ കണ്ടിട്ട് സമയം നാം നശിച്ചു പോകാതിരിക്കാനെന്ന് നീ നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക. ദൈവം പക്ഷേ നമ്മെ കടാക്ഷിക്കാം എന്ന് പറഞ്ഞു. ഇതാരും നിമിത്തം നമുക്ക് ഈ അനർത്ഥം വന്നൊന്ന് ചീട്ടിട്ടാലോ എന്ന് തീരുമാനത്തിലായി അവർ. ചീട്ടിട്ടപ്പോഴോ അത് നമ്മുടെ ഉപദേശിക്ക് വീണു. ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്നായി ചോദ്യം. നിന്റെ തൊഴിലെന്ത്? നിന്റെ ഏത് ജാതിക്കാരൻ? നീ എവിടെ നിന്ന് വരുന്നു? അതിനാണ് ഞാനൊരു അഭിപ്രായം. കടലും കടലും സൃഷ്ടിച്ച സ്വർഗീയ ദൈവത്തെ ഞാൻ വരച്ചു വരുന്നു എന്ന് പറഞ്ഞു. ഇനി ഞങ്ങൾ എന്ത് ചെയ്യേണ്ടി ചോദിച്ചു. അപ്പൊ നമ്മൾ ഉപദേശം പറയല്ല, തന്നെ ഇട്ടങ്ങ് സമുദ്രത്തിലേക്ക് ഇട്ടോളാം. അപ്പോൾ സമുദ്രം അടങ്ങുമെന്നും. അതിനാണ് ദൈവത്തോട് ഈ കുറ്റത്തിന് ഞങ്ങൾ ശിക്ഷിക്കരുതെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഉപദേശിച്ചത്. അതോടെ സമുദ്രം അടങ്ങി കടൽ ശാന്തമായി. പിന്നെ നമ്മുടെ ഉപദേശിക്കുന്നുണ്ടായെന്ന് അറിയണ്ടേ? ഒരു വലിയ വായു പൊളിച്ചു വന്ന് നമ്മൾ ഉപദേശിക്കുന്നു വീഴുമി. മീനിന്റെ വയറ്റിലെത്തിയപ്പോഴോ അയ്യേ എന്തൊരു വഴിവഴിപ്പ്. ഇങ്ങോട്ട് തിരിഞ്ഞാൽ ഇവിടെ ഉണ്ടു, അങ്ങോട്ട് തിരിഞ്ഞാൽ അവിടെ ഉണ്ടു. ആകെ അയ്യമ്പിളിയായി. 3 രാവും 3 പകലും മീനിനെ വട്ടം തിരിയാട്ടോ. അയ്യോ